എവിടേക്കാ പോണ്? ഗൈസ്, ഞങ്ങൾ സേലം വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചല്ലോ. ട്രിപ്പൊന്നും ഇല്ല കേട്ടോ, 3-4 ട്രിപ്പ് പോകണ പോലെ ട്രിപ്പും കാര്യങ്ങളൊന്നും അല്ല. അതപ്പോൾ ഞങ്ങൾ കുറച്ച് സംഭവങ്ങൾ മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട്. അതായത് വാവച്ചിൻ്റെ അമ്മൻ്റെ, അത് വാവച്ചിൻ്റെ കസിനാ. ഗൈസ്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലോ. അതായത് അമ്മൻ്റെ അനിയത്തിന് സേലത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഇല്ലോ. പോകേണ്ട സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ടില്ല, എന്നാലും ഞങ്ങൾ അതിനുവേണ്ടി ഒരു ടൈം കണ്ടെത്തിയല്ലോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വായിച്ച് ചിങ്കുടു ഉണ്ട്. ഇപ്പോൾ ഇവിടെ അമ്മയൊന്നുമില്ല, അമ്മ വീട്ടിലാണ്. ഇനി അമ്മയും ജോയിൻ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ അമ്മൂമ്മയും വരും കേട്ടോ. അത് വരുന്ന ഞങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതാ ചിങ്കുടുവിൻ്റെ പണിയാണ് ഇവിടെ കണ്ട, മൊത്തം അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത്. ആൾക്ക് ഇങ്ങനെ കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊറുക്കി കളിക്കുന്നു. ചിങ്കുടു എന്താണ് ടാറ്റ പോവാ? എന്താ ടാറ്റ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കും. പോവാ ടാറ്റ പോവാ. ടാറ്റ പറ. ടാറ്റ എത്തിപ്പോ അമ്മനോട് എത്തിയാ? അമ്മനെ ചിങ്കുടും അമ്മ എന്നാ വിളിക്കുക, വാവച്ചിനെ അമ്മ എന്നാ വിളിക്കുക. ഇതൊരാൾ വരും, ഇതാരാണെന്ന് കണ്ട ഡോണ്. ഒരാൾ വന്നു. എവിടെ അമ്മ? എവിടെ വരുന്നുണ്ടാ? ബാക്കിൽ ലിസയുണ്ട്, അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കാൻ പറ്റില്ല. അതിന് ബോഡിയിലാക്കിയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ ബാഗ് കയറ്റാൻ പറ്റില്ല. എന്താ ഇവിടെ ഒരാൾ ഫുള്ള് ലഗേജ് ആണ്. അമ്മനെയും അമ്മൂമ്മനെയും കയറ്റിയിട്ട് ഞങ്ങൾ നേരത്തെ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ കൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി പർച്ചേസ് ചെയ്യാൻ നേരെ സേലം വിടാം. അങ്ങനത്തെ ചെയ്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടാറ്റാ. ഇവിടെ ടാറ്റാ. അപ്പം ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയിട്ടാ. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഇവരൊക്കെ നല്ല ഫുള്ളാണ്, കഴിച്ച് ഫുള്ളാക്കിട്ടാ വന്നിരിക്കുന്നില്ല. ഉച്ചക്ക് കഴിച്ചിട്ടില്ല, അത് കാരണം നല്ല വിശപ്പ്. ഇപ്പം എണിച്ചേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ വന്ന് ഇതാ ഞാൻ ബിരിയാണി പറഞ്ഞു, അമ്മയും അമ്മൂമ്മയും ഒരു ബിരിയാണി പറഞ്ഞല്ലോ. അവച്ച് മീൽസ് പറഞ്ഞു, ചിങ്കുടൂനും കൊടുക്കാനുള്ളതുകൊണ്ട് മീൽസ് പറഞ്ഞിട്ട് ചിങ്കുടൂന് അതെ. പിന്നെ ബിരിയാണി സൂപ്പറുണ്ട് ഗൈസ്. അവർ കഴിച്ചിട്ട് പുറത്ത് നിൽക്കുന്ന ചിങ്കുടൂനും കൊണ്ട്. ഞങ്ങളും കഴിച്ചിട്ട് ഇനി നേരെ സേലം. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കല്ലോ. ഞങ്ങൾ കുറച്ച് കിടന്ന് തിരിഞ്ഞ്. എന്തോ എവിടെ ഡ്രസ്സാ? എന്ത് ഡ്രസ്സ്? ചായ കുടിച്ചിട്ട് ഇവിടെ തന്നെ ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പം അതിൽ പോകാൻ വേണ്ടി വന്ന സമയത്ത് ചിങ്കുടൂനെ കണ്ടത് അവിടെ ഇറക്കി വിട്ടു. ഇവിടെ ആകുമ്പോൾ കുറച്ച് വൃത്തിയുണ്ട്. ഇറക്കി വിട്ട സമയത്ത് ഇത് ആൾ ഇത്രയും നേരം അടഞ്ഞു കിടന്നല്ലേ, ഫുള്ള് ഓട്ടം ഇടണ്ട. ചിങ്കുടു എന്താണ് ഒരേ ഓട്ടമാണ് ഗൈസ്. ഓ എന്താണ് ഇപ്രാവശ്യം ഒരുപാട് ടയർഡൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് വന്നു. അതെ, ലാസ്റ്റ് ഉറങ്ങിയിട്ട കേസ്. ഇനി 17 കിലോമീറ്റർ കൂടി ഉള്ളൂ, അവിടെ എത്തും കേസ്. അപ്പം അങ്ങനെ ഞങ്ങളിതാ സേലം എത്തിയിട്ട് കേസ്. അപ്പം ഞങ്ങൾ എന്തിനാണ് ഇപ്പോൾ സേലം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അമ്മൻ്റെ അനിയത്തി പറഞ്ഞല്ലേ. അപ്പം മേമയ്ക്ക് വന്നിട്ട് 3 മക്കളാണ് മൊത്തം. അതായത് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി, അങ്ങനെ 3 മക്കളാണ്.
അപ്പോൾ 2 പെൺകുട്ടികൾ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ആളുടെ മാരേജ് കഴിഞ്ഞിട്ട് അവർ പുതിയ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞു. അത് ഞങ്ങളുടെ ആനിവേഴ്സറി ലവ് ആനിവേഴ്സറി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഷൂട്ട് ദിവസമായിരുന്നു ഹൗസ് വാമിങ്. അപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും അപ്പോൾ വരാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് വേഗം വന്നിട്ട് കേസ്. അപ്പോൾ എന്തായാലും അവരുടെ വീട് വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ എത്തി. കുഴപ്പമില്ല, ഒന്നാമത് സേലം റൂട്ടൊക്കെ അത്യാവശ്യം റോഡും കാര്യങ്ങളും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ടയർഡും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്നു. പിന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തീർത്തിട്ട് വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനില്ല റീലിൽ എന്താണ് നമ്മൾ ടോള് അവോയ്ഡ് ടോൾ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അറിയാതെ ഓഫ് ചെയ്ത് വെച്ചു. എനിക്കത് ഓർമ്മയില്ല. അതുകൊണ്ട് അതായത് NH വരേണ്ട റൂട്ട് കുറച്ച് തിരിഞ്ഞു. പിന്നെയാണ് അത് ശ്രദ്ധിച്ചത്. ലാസ്റ്റ് റൂട്ടിലൊക്കെ പോയി പെട്ടു. പിന്നെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തു. എനിക്ക് ഓർമ്മയില്ലാതെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം റോഡും കാര്യങ്ങളൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പോയി ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അവോയ്ഡ് ടോൾസൊക്കെ ആൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ വാവച്ചി അമ്മയും ചിങ്ങടും അമ്മമ്മയും ഉള്ളിലുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നല്ല തണുപ്പ്, പറഞ്ഞാൽ നല്ല തണുപ്പ്. ഇവർ ഞങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോഴും പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി ഇത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവരുള്ളിലുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അമ്മൻ പിടിക്കും, അമ്മൻ പിടിക്കും, അമ്മൻ പിടിക്കും. അത് ഈ കിട ഇരുന്നിട്ടേ ഫുഡ് വന്നു. റൈസ്, ചിക്കൻ, പുഴുങ്ങിയ പൊതുവെ പുഞ്ഞേരിയല്ലേ വരിക. ഇവിടെ ഇരിക്കും കുഞ്ഞോ, ഇവിടെ ഇരിക്കും. പിടിച്ചോട്ടാ.